ശ്യാമസുന്ദര ബ്ലഡിന് പഴയ പോലെ ടേസ്റ്റ് ഒന്നുമില്ലല്ലോ. ഇത് നേനയല്ലേ? എന്താ അലക്സിയോട് പറയാതെ സംതിങ് ഫിഷ്. ചേച്ചി, നിങ്ങൾക്ക് അലക്സി അറിയോ? ഇയാളത് കൊറേ അല്ലോ ചോദിക്കുന്നേ, എന്തുവാ കാര്യം? അല്ല, അറിഞ്ഞ എവിടെയാ സ്ഥലം എന്നറിയാം. അറിയത്തില്ല പോരെ, ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അല്ല, തന്നെ അലക്സിയെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. അയിന്? അല്ല, അതിനൊന്നുമില്ല. ഞാൻ കരുതി എല്ലാം അറിഞ്ഞു കാണുന്നു. അപ്പൊ നിങ്ങൾ നല്ല ടേംസിലല്ലേ? ഇന്നലെ കിട്ടിയ 5000 ഇന്ന് 4000. സത്യം പറ, താൻ ആരാ? ഞാൻ വളർന്നു വരാൻ പോകുന്ന ഒരു വലിയ ആ നന്നായി, വേഗം ചെന്നു. പിന്നെ ഇവിടെ അധികം കറങ്ങണ്ട. അലക്സി കണ്ട പിന്നെ അത് മതി. അതുകൊണ്ടൊന്ന് പോയി തരുമോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ പേടിക്കല്ലേ കുട്ടി. മേഹുന. ഹലോ, ആരടിവൻ? എനിക്കറിയില്ല. അയ്യോ, കുട്ടി കള്ളം പറഞ്ഞ. സി മിസ്റ്റർ, ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട്. താനേതാ? ആണോടി? എന്റെ പൊന്നോ, എനിക്കറിയില്ല. മര്യാദക്ക് സത്യം പറ. നിന്നോട് എത്ര പ്രാവശ്യം പറയണ കരടി? ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട്. ഇത് സത്യം സത്യം സത്യം. എന്റെ പെങ്ങളെ ഇത് ആരാ? ഇതാണ് അലക്സി. എന്നാ കുറച്ച് നേരത്തെ പറഞ്ഞിടായിരുന്നു. എന്തൊക്കെയായി കൊച്ചു കൊതനൊരു നടക്കുന്നത്? ഓ, ഇവരെ കൊണ്ട് ഫൈനലി കച്ചാ മാങ്കോ ഇത് എടുക്കാൻ പറ്റിയ മതിയോ? വഴികളിൽ എന്താ പ്രശ്നം? ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇങ്ങോട്ട് വാടാ. ആരുടെ കൂടെ ഓടിയേ? എനിക്കറിയില്ല. പ്രിയങ്ക എന്നെ കൊണ്ട് ഓടിയേ. അത് പിന്നെ ചേട്ടൻ്റെ വരവണ്ടപ്പോ ഞാൻ വീഴുന്നതല്ല. ഇവിടെ ഇപ്പം എന്തുണ്ടായി? ഞാൻ ഫുട്ട കണ്ടുപിടിക്കാനോ അവനെ. അപ്പൊ എങ്ങനെയാട്ടാ, എല്ലാം കഴിഞ്ഞില്ലേ? ആടാ, കഴിഞ്ഞടാ. ചേച്ചി പോക്ക പോക്ക. എടാ, എന്നെ എങ്ങനെ ഓടിക്കല്ലടാ, എനിക്ക് ഷുഗറാ. ഓ, ലോട്ടവസ്ഥത്തിനും ചേർന്നാൽ മതിയായിരുന്നു. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഹലോ, താനാരാ? ഞാൻ കുര്യാക്കോസ്. അതിന്? അല്ല, അതിനൊന്നുമില്ല. അലക്സിയുടെ ഗ്യാങ്ങിൽ ചേരാൻ താല്പര്യം ഉണ്ടല്ലേ? തനിക്ക് എങ്ങനെ അറിയാം? അല്ല, നിങ്ങൾ സംസാരിക്കാൻ ഞാൻ കേട്ടായിരുന്നു. സ്റ്റോക്കിംഗ് ആണോ? സ്റ്റോക്കിംഗ് ഒന്നും അല്ല, ഞാൻ നേരെ പറഞ്ഞിട്ട് വന്നാ. അതാരാ? എടാ, നിന്റെ അടുത്ത് സംസാരിച്ചില്ല അവള് തന്നെ. പക്ഷെ അവൾ എന്നെ പറ്റി പറയാൻ ചാൻസ് ഇല്ലല്ലോ. സത്യം പറ, നീ ആരാ? അല്ല, എടാ, ഞാൻ അലക്സിയുടെ ഫ്രണ്ടാടാ. അലക്സ എങ്ങനെ അറിയാം? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കെന്താ അലക്സിയുടെ ഗ്യാങ് ചേരാൻ എത്ര താല്പര്യം? അവരൊരു വലിയ ഗ്യാങ് ആണല്ലോ, അപ്പൊ റെസ്പെക്ട് കിട്ടുമല്ലോ. അങ്ങനെയാണ് നീ കാണേണ്ട. ഡേവിസ് ആശാനെ, അലക്സിയൻ. അതാരാ? എടാ, പുള്ളിയല്ലേ ഒരു ആശാൻ. ഇവരൊക്കെ ആരാ ശരിക്കും? ഈ ഡേവിസ് ആശാനൊക്കെ ആരാ ശരിക്കും? ഈ ഗ്യാങ് ഒക്കെ എങ്ങനെ ഉണ്ടായ? അലക്സിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ചോദിച്ചാട്ടോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. കഥ നടക്കുന്ന പണ്ട് അലക്സി കോളേജിൽ പഠിച്ച കാലം. അന്ന് ഹോസ്റ്റലിൽ ചേർന്നപ്പോൾ സീനിയേഴ്സിൻ്റെ റാഗിങ് ഉണ്ടായിരുന്നു. അന്ന് അലക്സിക്ക് ഈ ജോസിനെയും മണിയൊന്നും അറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ വെച്ച് അലക്സി ആദ്യം പരിചയപ്പെട്ട കുര്യാക്കോസിനായിരുന്നു. പക്ഷെ കുര്യാക്കോസിന് ഇവരെല്ലാം അറിയായിരുന്നു. സീനിയേഴ്സ് കുറച്ച് മുടയാണ്. അവർക്ക് അവിടെ വാർഡനായിട്ടും അവർ വഴി ലോക്കൽസായിട്ട് സപ്പോർട്ടുണ്ട്. ഡേവിസ് ആശാനും ആ ഹോസ്റ്റലിലായിരുന്നു. കോളേജിൽ സപ്ലി കിട്ടി തോറ്റിരുന്ന ആളായിരുന്നു ഈ ഡേവിസ് ആശാൻ. പുള്ളിക്കും ഇതുപോലെ സീനിയേഴ്സിൻ്റെ തല്ലും വഴക്കൊക്കെ കിട്ടുമായിരുന്നു. അലക്സി സീനിയേഴ്സ് പറയുന്നൊന്നും കേൾക്കാറുണ്ടായിരുന്നില്ല. പിന്നീട് സീനിയേഴ്സ് എപ്പോഴും അലക്സിനെ നിർവഹിക്കും. വാർഡൻസിനോട് കംപ്ലയിൻ്റ് ചെയ്താലും അവരൊന്നും മൈൻഡില്ലായിരുന്നു. അപ്പോൾ അലക്സിയുടെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും കുര്യാക്കോസിനോടായിരുന്നു പറഞ്ഞത്. കുര്യാക്കോസ് അലക്സിയോട് തല്ലാനൊന്നും പോകണ്ട, അവരൊക്കെ വലിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും. പയ്യെ അലക്സിക്ക് കുര്യാക്കോസിൻ്റെ ക്യാരക്ടർ അത്ര നല്ലതല്ല എന്ന് മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അലക്സിയുടെ അമ്മ മരിച്ച ടൈമിൽ സീനിയേഴ്സ് 1-2 പറഞ്ഞ് അലക്സിയോട് വഴക്കുണ്ടാക്കി തല്ലാൻ പോയപ്പോൾ അലക്സി അവരൊക്കെ തിരിച്ചെടുത്തു.
അന്നാണ് കുര്യാക്കോസ് അലക്സിക്ക് ഇടിക്കാൻ അറിയാമെന്ന് മനസ്സിലായത്. ഈ പ്രശ്നം കണ്ട അന്ന് തന്നെ വാർഡനും അവിടുത്തെ ആൾക്കാരും പിള്ളേരും കൂടി അലക്സിനെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. ഇത് കണ്ട ഡേവിസ് ആശാൻ അലക്സിനൊപ്പം നിന്നു. അങ്ങനെ അലക്സിക്ക് പിന്നീട് ആ ഹോസ്റ്റലിലുള്ളവരോട് വെറുപ്പായി തുടങ്ങി. കാശിനാവശ്യമുള്ളതിനാൽ അലക്സിയും ഡേവിസ് ആശാനും ചെറിയ പെറ്റി കേസൊക്കെ എടുക്കാൻ തുടങ്ങി. മോഷണം, പോക്കറ്റടി, അങ്ങനെ കുറേ. ഒരു ദിവസം ഡേവിസ് ആശാൻ പഴയ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടുമുട്ടി, പട്ടേലർ ബൈ. പട്ടേലർ ആൻഡ് ഗ്യാങ് ഈ സിറ്റിയിൽ വലിയ ഗുണ്ടകളാണ്. ഏതാണ്ട് 25-30 പേര് ഇവരുടെ ഈ ഗ്യാങ്ങിലുണ്ട്. വലിയ ഡീൽസാണ് അവിടെ നടത്തുന്നത്. സ്മഗ്ലിംഗ്, കൊട്ടേഷൻ, അങ്ങനെ കുറേ. അവർക്കിവിടെ കുറേ കണക്ഷൻസ് ഉണ്ട്. എന്തിന്, ലോക്കൽസിന് പോലും അവരെ പേടിയാണ്. പട്ടേൽ ബൈ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഡേവിസ് ആശാൻ ആൻഡ് ഗ്യാങ് ഉണ്ടാകുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് തുടങ്ങിയ ഗ്യാങ്ങാണ് പിന്നീട് ജോസിയും പണിയും ഒക്കെ വന്നത്. പട്ടേൽ ബൈയുടെ കൂട്ടത്തിലുള്ള കോശയായിട്ടാണ് ഡേവിസ് ആശാൻ്റെ പിള്ളേരെ ഏക കണക്ഷൻ. പട്ടേൽ ബൈക്ക് കിട്ടുന്ന ചെറിയ ഡീലിങ്സാണ് ഡേവിസ് ആശാനും പിള്ളേർക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഡേവിസ് ആശാനും പിള്ളേരും വളർന്നു. പക്ഷെ അതുകൊണ്ട് നീ കാണേണ്ടത് എൻ്റെ നൻപൻ അലക്സിയല്ല, ഇവരുടെയൊക്കെ ആശാനായ ഡേവിസ് ആശാനെയാണ്. ഡേവിസ് ആശാൻ മിനിഞ്ഞാന്ന് കൂടെ പറഞ്ഞ, എടാ മോനെ കുര്യാക്കോസെ, ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തിത്താ. അതുകൊണ്ടാണ് നീ ഇവിടെ പറഞ്ഞ ഞാൻ കേട്ടതും നിന്നെ ഇപ്പം അവർക്ക് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നു. എല്ലാം മനസ്സിലായോ? ആ, ഇതായിരുന്നല്ലേ കഥ. ഇത്രയൊക്കെ കഥ കണ്ടാണോ എവിടെ ഇരിക്കുന്നേ? ബാ, നമുക്ക് ഡേവിസ് ആശാന്റെ ഗ്രൂപ്പിൽ പോയി ചേരാം. നില്ല എന്നെ അത്യാവശ്യം മതിപ്പുള്ള ടീംസാണ്. മോനെ കുര്യാക്കോസിനെ എടുത്തു പറഞ്ഞാണ് ആശാൻ എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഇൻഡീസൻസി അവിടെ കാണിച്ച് എൻ്റെ മതിപ്പ് കളയല്ല. മുടിയൊക്കെ ഒന്ന് ജീവി, ഷർട്ടൊക്കെ ഒന്ന് നേരെയായിട്ട് എന്തുവാണ് ഇങ്ങനെയാണോ നടക്കുന്നത്? ഒരു ഗ്യാങ്ങിലൊക്കെ ചേരാൻ പോവല്ലേ? നിങ്ങൾ വന്നേ, എന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ കാണാൻ ആക്ഷന് വേണ്ടി വെറുതെ ഓവറാക്കി ചെലവാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ജസ്റ്റ് എൻ്റെ കൂടെ വന്ന് നിന്നാ മതി കേട്ടോ. ആയിക്കോട്ടെ. പാട്ടല്ലേ, ഇവരൊക്കെ വലിയ ടീംസ് ആണല്ലേ? ആടാ, ഇവരൊക്കെ വലിയ സെറ്റപ്പാ. നീനും കാണാൻ കിടക്കുന്നുള്ളൂ ഇവരുടെ കാര്യങ്ങളൊക്കെ. ഇവിടെ എന്താ ഭയങ്കര ഇരുട്ട്, ഇവിടെ ആരും ഇല്ലേ? എടാ, നീ ഇങ്ങനെ ഇവരെ കുറച്ച് കാണല്ലേ? ഇവരൊക്കെ വലിയ ഗുണ്ടകളാണ്, നിന്ന് തിരിയാൻ സമയമില്ല. നിന്നെ ഇവർക്ക് വലിയ കാര്യമാണല്ലേ? എന്നെ ഇവർക്ക് വലിയ കാര്യമാണ്. ഞങ്ങളൊക്കെ മച്ച ടീംസാ. ആശാനെ നമസ്കാരമുണ്ട്. നീ എന്താ ഇവിടെ? അല്ല ആശാനെ, ഞാനിവനൊന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന. ഇവനാരാ? പ്രസാദ്. അല്ല, എന്നെ ആശാനെ ഗ്യാങ് ചേർക്കാൻ കൊണ്ടുവന്ന. ആശാനും പിന്നെ കുറച്ച് നേരം അന്വേഷണം എടുക്കാണല്ലോ, അതുകൊണ്ട്. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ? അല്ല ആശാനെ, നമുക്ക് അകത്തോടെ ഇരുന്ന് സംസാരിക്കാം. നീ ഇങ്ങോട്ട് പോന്നു? അല്ല ആശാനെ, ഇവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണല്ലോ നമുക്ക്. ഇന്നലെ ചേരാൻ വന്നേ നീയല്ലോ. നീ തിരിച്ച് വീട്ടിലേക്ക് വയ്ക്കോ. നീ ഇത് മുറിയിലേക്ക് ചെല്ലും, നമുക്ക് സംസാരിക്കാം. എന്നാ പിന്നെ ശരി ആശാനെ, ഞാൻ പോവാ. ഒറ്റയ്ക്കാക്കുമല്ലേ? വേറെ വഴിയില്ലടാ, വേണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ, സംസാരിക്കുമല്ലേ? നിന്റെ നാട് എവിടെയാ? കണ്ണൂര്. ഓ, അപ്പൊ ഒരുപാട് തല്ല കൊണ്ടേ കാണുമല്ലോ. അയ്യോ ആശാൻ തെറ്റിദ്ധരിച്ചിന്. കണ്ണൂരിൽ പാവപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടാ. നമുക്ക് തല്ലൊന്നും ഉണ്ടാക്കാൻ അറിയില്ലപ്പ. കൊല്ലാറിയോ? അയ്യോ ആശാനെ, ഞാനിതൊരു ആരെയും. എടാ കേട്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. തല്ലാൻ പറഞ്ഞാൽ തല്ലണം, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം. പിന്നെ അത്യാവശ്യം സൈഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നിങ്ങളറിഞ്ഞ സ്ഥലം പറഞ്ഞു തരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവളോട് ചോദിച്ചു. ഇവൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടി വന്നതാ. നിക്കാനാ? ഈ വേട്ടാവളിയനോ? ആശാനെ, അത് മാത്രം പറ്റില്ല. ആശാനിത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? നമ്മളൊക്കെ കൂടുതലേ, നമുക്ക് എന്തോ ഒരു കുറവ്. എടാ, അല്ലേലും നമുക്ക് ആൾക്കാരൊക്കെ വേണമല്ലോ. അതിന് ഇവനെ കിട്ടിയുള്ളോ? കണ്ടപ്പോ തന്നെ പേടിച്ചോടിയവനാ. ഇവനൊക്കെ എങ്ങനെ കൂടെ കൂട്ടുന്നത്? നിനക്ക് ഇടിക്കാരോടാ കിളി? ഞാനാ? അതാണ് നിന്റെ പേര്? അല്ല ആശാനെ, അത് കണ്ട, സ്വന്തം പേര് പോലും അറിയത്തില്ല. ആ, ഇവനൊക്കെ കൂടെ നിർത്തിയാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താകും? ആശാന്ത് ചിന്തിച്ചോ? ഓ, സ്റ്റാൻഡേർഡ് കയറി വന്നു അലക്സി ആ പെണ്ണിനെ പറ്റി പറഞ്ഞതാണോ സ്റ്റാൻഡേർഡ്? ആശാനെ, ഞാൻ പറഞ്ഞു, അത് മാത്രം പറയരുത്. നീ പോടാ അവിടുന്ന്. നിങ്ങളെ കൂടെ ഉണ്ടായിട്ടും വേറെ പരിപാടി ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിട്ട് അറിയാം. ആ പെണ്ണിനെ പറഞ്ഞ് നടക്കണമെന്ന് എനിക്കറിയാം. എന്തുവാടെ നന്നായിക്കൂടെ? നിർത്തടാ എല്ലാവരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്കും, അല്ല നിന്നൊന്നും തോന്നിയ കണ്ടുള്ള സ്ഥലമല്ല കേട്ടോ. പിന്നെ ഇവനിവിടെ തന്നെ കാണും, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയാണ് നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. അലക്സി, നിനക്കെന്നെ അറിയാലോ, നിങ്ങൾ പോയാൽ എനിക്ക് ഒന്നുമില്ല, നിങ്ങൾ പോയി എനിക്ക് വേറെ ആൾക്കാരെ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. ആ കാശൊന്ന് കിട്ടിക്കോട്ടെ. ഇടകളി, എന്നിട്ട് എന്നോട് കൂടെ പറഞ്ഞേ. ഓ ആയിക്കോട്ടെ. എന്താ പണിയാ ഇവനെ വിളിച്ചോണ്ട് പോയിക്കേ. അലക്സി വാ. ഓരോ മാരണമാണ് മൂട് കളയാൻ വേണ്ടി വന്നത്. ഇതെന്ത് മാർക്ക് എന്തിൻ്റെ അടി?